എനിക്കിപ്പം എൻ്റെ മക്കളെ അടിക്കാൻ പാടില്ല. എനിക്ക് ജോലി ചെയ്ത് വീട്ടിൽ പൈസ കൊണ്ടുവരണമെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ജോലിക്ക് കഴിവില്ല. എനിക്കിപ്പോൾ അടുത്ത വീട്ടിൽ പോയി എന്ന് വെച്ചാൽ ജോലി ചെയ്യാനുള്ള ആരോഗ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എൻ്റെ ശരീരത്തിൽ ഇപ്പം അതിനുള്ള ആരോഗ്യമില്ല. ഈ 8 ദിവസം ജോലി ചെയ്തപ്പോഴത്തേക്കും തന്നെ എനിക്ക് രാത്രി ഉറക്കമില്ല. അങ്ങനെ വീട്ടിൽ അവർ ജോലി ചെയ്ത് എന്നിട്ട് എനിക്ക് ജോലിക്ക് പോകാനും പാടില്ല. അവർ പറയുന്നത് ഞാൻ എന്തെങ്കിലും കൊണ്ടുവരുന്നെങ്കിൽ വേവിച്ചോണം. പക്ഷെ ഞാൻ 2 പ്രായമായ മക്കളെ എന്ത് ചെയ്യും? അവർക്ക് മാസം തോറും അവർക്ക് എണ്ണയ്ക്കും സോപ്പിനും എല്ലാത്തിനും ആവശ്യമുണ്ട്. അവരെല്ലാ സാധനവും എൻ്റെ അടുത്താ പറയുന്നത്. എന്തെങ്കിലും അവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു തുണിയില്ലെന്ന് പറഞ്ഞു കൊണ്ടുവരണം. മദ്യപിക്കാൻ പാടില്ല എന്നുവെച്ചാൽ ഇനി അവര് മദ്യപിച്ചാൽ പറ്റത്തില്ല. വീട്ടിലെ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പൊ അത് പാടില്ല. ഇല്ല, ഉള്ളതും കൂടെ ഇപ്പൊ ഉള്ളത് ഇട്ടിരിക്കാൻ റൂമിൽ തുണി മാറ്റാൻ അങ്ങനെ ഒരു പ്ലൈവറ്റ് ഞാൻ വാങ്ങിയിട്ടു. മൂത്ത മോള് ചടങ്ങായപ്പോ വാങ്ങിയിട്ടതാ. അതും 2 പ്രാവശ്യം ചവിട്ടി പൊളന്ന് ഞാൻ വീണ്ടും ഞാൻ ആള് വിളിച്ച് വീണ്ടും വച്ചു. അത് എടുത്തോണ്ട് പോയി വിറ്റാണ് കുടിക്കുന്നത്. പിന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളും അയാളോട് ഇടപെട്ട ഒരു ചിത്രം എന്ന് പറയുന്നത് അയാൾ ക്രൂരനാണ്, മദ്യപാനിയാണെന്ന് ആദ്യം മുതലേ നിങ്ങൾ അങ്ങനെ ഒരു മനസ്സിലൊരു ചിത്രം വെച്ചുകൊണ്ടാണ് സഹകരിച്ചത്. മനസ്സിലായി? എല്ലാം കൊണ്ടും അയാളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും അയാൾക്ക് എല്ലാം നെഗറ്റീവായിട്ടാണ് വന്നേക്കുന്നത് അയാളുടെ മുമ്പിൽ. ഒരുപക്ഷെ നിങ്ങൾക്ക് നെഗറ്റീവായി വന്നതുപോലെ തന്നെ അയാൾക്കും പറയാനുണ്ടാവും അയാളുടെ ഭാവവും പലതും നെഗറ്റീവായിരുന്നു എന്ന്. അച്ഛൻ്റെ മോശ സ്വഭാവങ്ങളൊക്കെ റാണിയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം നിർത്തുക. അച്ഛൻ അവരുടെ സംരക്ഷകനായിട്ട് തന്നെ നിൽക്കണം. അവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാനും പറയാനും അത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷെ അങ്ങനെ നിന്നില്ലെങ്കിൽ നിങ്ങളൊരു സ്ത്രീ, പ്രായമായ 2 പെൺകുട്ടികളും കൂടെ വളരെ സുരക്ഷിതരായിട്ട് ഇന്നത്തെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ജീവിക്കാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് മേഡം ഞാൻ ഇവര് പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്ക് ഒരു പിതാവെന്ന നിലയിൽ ആ റെഗുലേഴ്സ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം നിറവേറ്റിട്ടുള്ളൂ. മകളെടുക്കലായാലും ഭാര്യ എടുക്കുക. മദ്യപിച്ചു വന്നെങ്കിൽ അത് വർത്താനം ആവശ്യമുള്ളതും ഇല്ലാത്ത സംസാരമാണ്. പക്ഷെ അച്ഛൻ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് സുജിയെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സംരക്ഷിക്കുന്നുണ്ട്, അച്ഛൻ സംരക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില ദിവസങ്ങൾ ജോലിക്ക് പോകുന്നില്ല. പക്ഷെ അദ്ദേഹം നിങ്ങളോടുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് നിറവേറ്റുന്നുണ്ട്. ഇങ്ങനൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യരുത്, അടുത്ത വീട്ടിൽ പോകരുത്, അടുത്ത വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ബന്ധപ്പെടുന്നു, ആ സംശയമാണ് അദ്ദേഹത്തെ പറഞ്ഞേക്കുന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹം നിങ്ങളെ ഒരു ക്രൂരതയായിട്ടോ അങ്ങനെ കണക്കാക്കേണ്ട കാര്യമില്ല. അല്ല, അങ്ങനെ ഒരു ബോധം സുജയ്ക്ക് ഉള്ളത് കൊണ്ടാണല്ലോ പ്രശ്നം ഉണ്ടായപ്പം അച്ഛനോട് പറഞ്ഞത്. എന്നെ സംരക്ഷിക്കാൻ എന്റെ അച്ഛനുണ്ടെന്ന് ആ കുട്ടിക്ക് അറിയാമെന്നാണ് പറഞ്ഞത്. അല്ല, അതിനുശേഷവും അച്ഛനുമായിട്ട് കടുത്ത് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ സുജ? കുറ്റപ്പെടുത്തുക സംബന്ധിച്ചപ്പോൾ സുജയുടെ ഈ പ്രായത്തിൽ ഏത് കുട്ടിയേക്കും ചിലപ്പോൾ സ്വാതന്ത്ര്യബോധം ഉണ്ടാവും. അവർ കുറെ കൂടെ ഇപ്പം നമുക്ക് ഞങ്ങളുടെ സ്വാതന്ത്ര്യം സുജ തെറ്റ് ചെയ്യുന്നില്ല എന്ന് സുജയ്ക്കറിയാം. മനസ്സിലായില്ലേ? ആദ്യം ഇരിക്കുമ്പോൾ തന്നെ അച്ഛൻ സംശയിക്കുക, അമ്മ സംശയിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇറിറ്റേറ്റ് ആവും. കുറ്റം പറയാക്കില്ല. നിങ്ങളുടെ കുറച്ച് അല്പം സ്വാതന്ത്ര്യബോധമുള്ള കുട്ടിയാണെങ്കിൽ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യപ്പെടും. ചിലപ്പോൾ അത് പല നിലയിൽ പ്രതികരിച്ചെന്നിരിക്കും. അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഞാൻ സുജയെ കുറ്റപ്പെടുന്നില്ല ഒട്ടും. പക്ഷെ അത് സുജയുടെ പ്രായം. മനസ്സിലായി? സുജ ഒരു കുറച്ചുകൂടെ കഴിഞ്ഞ് 5 വർഷം 6 വർഷം കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ മെച്ചൂർ ആകുമ്പോഴത്തേക്ക് സുജ മനസ്സിലാക്കും ഇതായിരുന്നു ശരി, അല്ലെ അച്ഛൻ പറഞ്ഞതാണ് ശരി. മനസ്സിലായി? സുജയ്ക്ക് മക്കളുണ്ടാവണം. അപ്പോൾ സുജ മനസ്സിലാക്കും. നമ്മൾ ഓരോ കാലഘട്ടം മാറി വരുമ്പോൾ അത് എല്ലാവർക്കും ഉള്ളതാണ്. സുജിക്കുന്നില്ല, സുജിയുടെ പ്രായത്തിലുള്ള എല്ലാ കുട്ടികൾക്കും കാണിക്കുന്നതേ സുജ കാണിക്കുന്നുള്ളൂ. എന്ന് മാത്രമല്ല സുജ നല്ല കുട്ടിയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ അച്ഛൻ പറയുന്നത് അച്ഛൻ നാളെ എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന് ഭയമാണ്. മനസ്സിലായി? അങ്ങനെ കണ്ടാൽ മതി. എവരുടെ കാര്യം ആലോചിച്ചിട്ടാണ് അദ്ദേഹത്തിന് ആശങ്ക ഉണ്ടാകുന്നത്. ചിലപ്പോൾ അത് മദ്യപിക്കുമ്പോൾ കൂടും. അത് മദ്യപാനം ഒരു അപകടം തന്നെയാണ്. അത് അമിതമായ മദ്യപാനവും മറ്റു കാര്യങ്ങളൊക്കെ അപകടം. അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാം. മനസ്സിലായില്ലേ? അതേ സമയത്ത് തന്നെ അച്ഛൻ അത് ചെയ്യുന്നത് ഇതുകൊണ്ടാണ് എന്ന് കുട്ടി മനസ്സിലാക്കണം. സർ, ഇദ്ദേഹമാണ് ആൻഡ്രൂ റെഗുലസ്, റാണിയുടെ ഭർത്താവ്. പരാതിയെക്കുറിച്ച് അറിയാമല്ലോ അല്ലേ? അറിയാം. ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അവര് പ്രധാനമായിട്ടും പറഞ്ഞ കാര്യം എന്താണെന്നും അറിയാമായിരിക്കും. പ്രധാനമായിട്ടും അവർക്ക് ഞാൻ ഈ വീട്ടിൽ നിന്ന് മാറിക്കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ തീരുമാനം. അല്ലെങ്കിൽ എന്നെ ജയിലിലാക്കണം. ആ ഒരു ഉദ്ദേശത്തിലാണ് അവരുടെ നീക്കം. അല്ലാതെ ഇതിനകത്ത് വേറൊരു ഉദ്ദേശം അവർക്ക് വേറെ ഒന്നും സാധിക്കാനില്ല. അല്ല, റാണി ഇഷ്ടപ്പെട്ടു എന്നല്ലേ കല്യാണം കഴിച്ചത്? തന്നെയാണ് അല്ലേ? ആര് വഴി? ദല്ലാള് വഴി വന്ന വിവാഹം. അതിന് എന്തുകൊണ്ടാണ് അന്ന് നിങ്ങളുടെ വീട്ടുകാരും സഹകരിക്കാത്ത? അറിയിച്ചില്ലായിരുന്നു. അവരെ അറിയിച്ചില്ല? ഞാൻ അറിയിച്ചില്ല. അറിയിക്കാത്തതിന്റെ കാര്യം സ്വന്തം ഇഷ്ടമായിരുന്നു. സ്വന്തം ഇഷ്ടമാണെങ്കിൽ പോലും വീട്ടിൽ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ലേ? എന്തായിരുന്നു കാരണം? അപ്പോഴും വീട്ടിൽ 2 സൗകര്യമാരൊക്കെ അയക്കാൻ വേണ്ടി വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഓ, അവരയക്കുന്നതിന് മുമ്പ് നിങ്ങളും കൂടെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ പിന്നെ ആര് നോക്കും? അല്ലേ?
ആ സമയത്ത് നിങ്ങൾ വർക്ക് ചെയ്തിരുന്നു, നിങ്ങളും പിന്നെ കറവയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുത്തിരുന്നത് എന്ന് പറഞ്ഞു. പിന്നെന്താ അങ്ങനെ ജസ്റ്റ് പിന്നെ അവരെയൊക്കെ അറിയിക്കാതെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നടത്താൻ തോന്നിയെന്താ? നമുക്ക് സ്നേഹം പാവപ്പെട്ട ഒരു കുട്ടി മതി എന്നുള്ള ഒരു തീരുമാനമായിരുന്നു. അല്ല, അത് അങ്ങനെയാണ് വീട്ടുകാരോട്ട് ആലോചിച്ച് ചെയ്തൂടെ? സ്നേഹിച്ച് വിവാഹം കഴിക്കുന്ന ഭാഗമാണെങ്കിൽ നമുക്ക് എസ് വീട്ടിൽ അറിയിക്കാം. വിവാഹം കഴിച്ചതല്ല. അല്ല, എനിക്ക് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പറഞ്ഞു, എനിക്കൊരു പാവപ്പെട്ട കൂട്ടി അങ്ങനെ ആ കക്ഷിയുടെ അറിവിൽ അങ്ങനെ കൂടെ കാണിച്ചു, അങ്ങനെ നടത്തി എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ 2 താമസമായി, 2 അടുക്കളയും 2 കാര്യങ്ങളും ആയി എന്ന് പറഞ്ഞതിന്റെ കാരണം നിങ്ങൾ ശരിക്കും ജോലിക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ ചെലവിന് കൊടുക്കുന്നില്ല, അതായിരുന്നോ കാരണം? 2 അടുക്കളയായത് അവരുമായിട്ട് സഹകരിച്ച് പോകത്തോണ്ടായിരിക്കും. ആയിരിക്കാമല്ല, യഥാർത്ഥ കാരണം എന്താണെന്നാ ചോദിച്ചത്. കാരണം ഇവരൊക്കെ പ്രത്യേകം കഞ്ഞി വയ്ക്കണമെന്ന് പറഞ്ഞാൽ അതിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും, കഞ്ഞി വയ്ക്കും. അല്ല, അതെന്തുകൊണ്ടാണ് നിങ്ങളൊന്നും പിന്നെ മര്യാദയ്ക്ക് ചെലവിന് കൊടുക്കാത്തതുകൊണ്ട് ആയിരുന്നു? ഞാൻ കൊടുത്താലേ എൻ്റെ വീട്ടിൽ കഞ്ഞി വയ്ക്കുള്ളൂ. കഞ്ഞി വയ്ക്കൂ. അപ്പൊ എന്താ ഇവരും നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ കുടുംബക്കാരുമായിട്ട് ഇവർ യോജിച്ച് പോകാത്ത പ്രശ്നമാണോ? പ്രത്യേകിച്ച് ഞാൻ ഒരുമിച്ച് പോകണില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അല്ല ആൻഡ്രോ, ഞാൻ പറഞ്ഞല്ലേ, ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ആൻഡ്രോയ്ക്ക് സ്വന്തമായിട്ട് തീരുമാനം ഉണ്ടായിരുന്നു, വാങ്ങിക്കുന്നതിലല്ലേ. ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ മാത്രം അമ്മയും അച്ഛനും ഭാര്യയും യോജിക്കില്ല എന്ന് പറയുമ്പോൾ നിങ്ങളത് മിണ്ടാതെ യാതൊരു നിങ്ങളുടെ അഭിപ്രായം അവർ തമ്മിൽ അങ്ങനെ പണക്കമായിട്ടുള്ള രീതിയൊന്നുമില്ല. ശരി, അപ്പൊ അത് അങ്ങനെ ഒക്കെ ആയി. നിങ്ങൾ അവിടുന്ന് പിന്നെ നിങ്ങൾക്ക് കിട്ടിയ വസ്തുവിന്റെ 21 സെന്റ് വസ്തു നിങ്ങളുടെ പേരിൽ ഉണ്ടായിരുന്നു. അതിന് മുൻപ് നിങ്ങൾ 10 സെന്റ് കാണും നിങ്ങളുടെ വേറെ ഏതോ ആവശ്യത്തിനായിട്ട് കൊടുത്തിരുന്നു. 21 സെന്റ് വസ്തു നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം മറ്റൊരു സ്ഥലത്ത് നിങ്ങൾ കുറച്ച് 10 സെന്റ് സ്ഥലവും ഒരു വീടും വെച്ച് നിങ്ങൾ അങ്ങോട്ട് മാറി, അല്ലേ? അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് പിന്നെ ആ വസ്തു വിറ്റിട്ട് ഈ ഇഷ്ടദാനം കിട്ടിയ സ്ഥലത്ത് വീട് വെക്കാൻ നിർബന്ധിതനായത്? അവര് പറഞ്ഞിട്ടാണോ നിങ്ങളുടെ ഇഷ്ടപ്രകാരം? എന്റെ ഇഷ്ടപ്രകാരം എന്റെ വലിയപ്പനെ ഞങ്ങൾ സംരക്ഷിക്കും എന്നുള്ള, വലിയപ്പന് മക്കളില്ലാത്തതുകൊണ്ട് സംരക്ഷിക്കും എന്നുള്ള ഒരു ഇതുകൊണ്ട്, അവർക്ക് മക്കളില്ലാത്തതുകൊണ്ട് എന്റെ മൂത്ത മോക്ക് കൊടുക്കണമെന്ന് അവർക്ക് തോന്നിയ ഇഷ്ടപ്രകാരം 5 സെന്റ് വസ്തു അവർ ഇഷ്ടദാനം ചെയ്തു. അപ്പോൾ എന്റെ പ്രോപ്പർട്ടിയിൽ ഇരിക്കുന്ന വീട്ടിൽ എന്റെ പെൺകുട്ടികൾക്ക് വളരെ തക്ക ഒരു ബന്ധസായ ഒരു വീടല്ല അതിനകത്ത് ഇരിക്കുന്നത്. അപ്പം ആ പ്രോപ്പർട്ടിയിൽ എനിക്ക് വേറൊരു വീട് വയ്ക്കാനുള്ള സാമ്പത്തിക ശേഷി എൻ്റെ ഇല്ലാതായപ്പോൾ ആ സൈറ്റ് ഞാൻ വിറ്റിട്ട് ഇതിലേക്ക് ഞാൻ ഒരു വീട് വെച്ചു. അത് എന്റെ മക്കളാണ്, എന്റെ മക്കളെന്നുള്ള സ്നേഹം തോന്നിയത് കൊണ്ടാണ് എനിക്കത് ചെയ്യേണ്ടി വന്നത്. അപ്പൊ 21 സെന്റ് സ്ഥലം വിറ്റപ്പം കിട്ടിയ പൈസ കൊണ്ട് അവിടെ ഒരു നല്ല വീട് വെക്കാൻ സാധിച്ചില്ലേ? അതോ 25 സെന്റ് വസ്തു വിറ്റ കാര്യം ആദ്യം അതിൽ 50,000 രൂപ ലോൺ ഉണ്ടായിരുന്നു. ആ കടവും തീർത്തിട്ട് പിന്നെ 1,60,60,000 രൂപയാണ് കയ്യിൽ കിട്ടിയത്. അത് വെച്ച് പറ്റുന്ന രീതിയിൽ 10 സെന്റ് വസ്തു വാങ്ങി അവിടെ താമസിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അപ്പോഴും ഒക്കെ ജോലി ചെയ്യുമായിരുന്നു, ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ബെഡൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം തീരെ കടുത്ത പണികളൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഈ ബ്ലഡ് ഛർദ്ദിക്കാൻ ഉള്ള സാഹചര്യം അമിത മദ്യപാനമാണോ? അമിതമായി മദ്യപിക്കാറില്ല. മദ്യപാനത്തിൽ നിന്നാണോ ഈ ബ്ലഡ് വോമിറ്റിംഗ് ഉണ്ടായത്? ഇല്ല. അതിന് ചികിത്സ എത്ര നാൾ ചികിത്സിച്ചു ഇവിടെ ഹോസ്പിറ്റലിൽ? ഇപ്പം 5-6 വർഷം, 6-7 വർഷമാണ്. അല്ല, എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിരുന്നു? ഒരാഴ്ച കിടന്നു. ഡോക്ടർ ഉപദേശിച്ചിരുന്നു ഇനിയും മദ്യപിക്കരുതേ, എന്നിട്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, അങ്ങനെ തുടർച്ചയായുള്ള അതില്ല. നിങ്ങൾ പഠിപ്പിച്ചു, ഇപ്പം നഴ്സിങ്ങിന് പഠിക്കുന്നു മൂത്ത കുട്ടി, ഈ കുട്ടി +2 കഴിഞ്ഞു. അപ്പൊ അതിനൊക്കെയുള്ള ചെലവിനൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു? എന്റെ കഴിയുന്നത് എത്ര ഞാനും കൊടുക്കുന്നുണ്ട്. അവരും അത്യാവശ്യം വീട്ടുജോലിക്കൊക്കെ പോയി അവരുടെ കാര്യം അതും കൂടെ ആകുമ്പോഴത്തേക്കുള്ള കാര്യങ്ങൾ ഇതുവരെ നടന്നു പോകും. ഇപ്പൊ എന്താ ചെയ്യാൻ ആൻഡ്രൂസ് പെട്ടെന്ന് അവർക്ക് നിങ്ങളെ ഒഴിവാക്കണമെന്ന് തോന്നാൻ കാരണം? ഒഴിവാക്കാനും ഇപ്പൊ എന്റെ കയ്യിൽ പഴയതുള്ള സാമ്പത്തിക ശേഷിയില്ല, എന്നിൽ നിന്നും വേറെ ഒന്നും ഇനി എടുക്കാനുമില്ല. 5 സെന്റ് പ്രോപ്പർട്ടി ഉള്ളത് മൂത്ത മകളുടെ പേരനാണ്. ഞാൻ ഇപ്പൊ അതിനകത്ത് എന്റെ കുടുംബ സ്വത്ത് വിറ്റ് ഞാൻ വീട് വെച്ചും പോയി. എത്ര രൂപ ചെലവാക്കിയിട്ടുണ്ടാകുമോ വീടിന്? വീടിന് ഏകദേശം ഒരു 6 ലക്ഷം രൂപ ചെലവാക്കണം. 5-5.5. അടച്ചുറപ്പില്ല ഇപ്പോഴും, മുറികൾക്കൊന്നും വാതിലും ജനലും ഒന്നുമില്ല. 11 സെന്റ് വസ്തു വിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് 7.5 ലക്ഷം രൂപ കിട്ടിയായിരുന്നു അല്ലേ? 7 ലക്ഷം രൂപ കിട്ടിയില്ല. എത്ര കിട്ടി? 7.40. ഇല്ല, 6 ചിൽഡ്രൻ ഉണ്ടെന്ന്. ആയിക്കോട്ടെ. എത്ര മുറികളുള്ള വീടാ വെച്ചേക്കുന്നത്? 2 ബെഡ്റൂമും ഒരു ഹാള്. അതിന്റെ പണി പൂർത്തിയായിട്ടില്ല. ജനലുകളും കഥകളും ഒന്നുമില്ല. അപ്പോൾ ഈ 6 ലക്ഷം രൂപ കൊണ്ട് ഈ 2 മുറിയിലുള്ള 2 മുറി ഉള്ള കെട്ടിടം ഒരു വീട് എങ്ങനെ ആയിരിക്കും തീർത്തെടുക്കാൻ സാധിക്കും? അപ്പോൾ ആ രൂപ മുഴുവനായിട്ട് ഇതിനു വേണ്ടി ചിലവാക്കിയിട്ടില്ല എന്നുള്ള ഒരു ആരോപണം അവർക്കുള്ളത്. നിങ്ങളുടെ മദ്യപാനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു, അത് ദുർവിനിയോഗം ചെയ്തു എന്നുള്ള ഒരു ആരോപണം. ഇങ്ങനെ ഒരു ആരോപണം അങ്ങനെ അങ്ങ് പറയാം എന്നുള്ളതേ ഉള്ളൂ.
പറയാമെന്ന് മാത്രമല്ല 7 ലക്ഷം രൂപ കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് കെട്ടിയിട്ട് കുറേശ്ശെ പിന്നെ അവര് ഇടയ്ക്ക് പ്ലൈവുഡ് ഒക്കെ വെച്ച് ഇപ്പൊ ഒരു അഡ്ജസ്റ്റ്മെന്റ് വെച്ചിരിക്കുക. അത് ഫ്രണ്ട് മാത്രം, മറ്റുള്ള മുറികൾക്കൊന്നും ഇല്ല, അടച്ചുറപ്പില്ല. 2 പെമ്മക്കളില്ലേ, പ്രായമായ 2 പെമ്മക്കളില്ലേ, അവരുടെ ഒരു വിഷമം അതാണ്. 2 പെമ്മക്കള് പോറ്റിക്കൊണ്ട് പോവുകയാണ്, അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ താമസിപ്പിക്കാൻ സുരക്ഷ നമുക്കും അറിയാവുന്നതാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് നിങ്ങളായിട്ടൊരു മുൻകൈ എടുത്ത് ഒന്നും നടത്തുന്നില്ല എന്നുള്ളതാണ്. സാർ ഇപ്പോഴും അദ്ദേഹം കൃത്യമായിട്ട് കറവയ്ക്കൊക്കെ പോകുന്നുണ്ട്. എത്ര ഒരു ദിവസം ആവറേജ് എത്ര വരുമാനം കിട്ടുമായിരിക്കും? മാസം ഒരു 8,000 രൂപ കിട്ടും. മാസം 8,000 രൂപ കിട്ടും. 8,000 രൂപ വീട്ടിലെത്തും ഇല്ല, അതിൽ ഈ 3,000-4,000 രൂപ മൂത്ത മോക്ക് ഫീസ് കൊടുക്കുന്ന സമയത്ത് കൊടുക്കും. നിങ്ങളാ ഫീസ് അയച്ചു കൊടുക്കുന്നത്? ഫീസ് ഭാര്യയെ കൊടുത്തുവിടും. ഇതിപ്പോ 20,000 രൂപ ഫീസ് അടയ്ക്കാതെ അങ്ങനെ എന്തോ ചില മാസങ്ങളിൽ മുടക്കമുണ്ട്. കഴിഞ്ഞ മാസം എനിക്ക് 1,800 രൂപ കൊടുത്തുവിടാൻ സാധിച്ചുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് തരാറുണ്ടോ ഫീസൊക്കെ? ഇടയ്ക്കിടയ്ക്ക് തരാറുണ്ട്. ഫീസും കാര്യങ്ങളൊക്കെ തരാറുണ്ട്. ചില മാസങ്ങളിൽ വരുമാനം കുറയുമ്പോ തരാൻ പറ്റാറില്ല. മിക്ക ദിവസവും കിട്ടുന്നത് 2,000, 3,000 കൊണ്ടുവന്നിട്ട് വീണ്ടും അതിൽ നിന്ന് തന്നെ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. വരുമാനത്തിലേ അതെന്നും കറവ നടത്താറുണ്ട്. എല്ലാ മാസങ്ങളും എല്ലാം മതിയാക്കി വെച്ചിരുന്നതാണ്. ഈ കറവ എൻ്റെ ശരീരത്തിന് പറ്റാത്തതുകൊണ്ട് ഞാൻ മതിയാക്കി വെച്ചിരുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇത് മാസം ആ പൈസ വാങ്ങിക്കുന്നതും നമുക്ക് ഫീസ് കൊടുക്കാനുള്ള ഒരു കാര്യം കൂടെ അങ്ങനെ ആയതുകൊണ്ടാണ് അതിപ്പം നിർബന്ധമായിട്ട് കഴിയില്ലെങ്കിലും പോകുന്നത്. ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് മാസം തുറന്ന ഫീസ് കൊടുക്കാൻ സാധിക്കില്ല. മറ്റൊരു ജോലിക്ക് നിങ്ങൾക്ക് പോകാനും പറ്റില്ല. ആ രീതിയിലാണ് ഈ മേഖല പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മക്കളെ കൊണ്ട് എൻ്റെ ഭാര്യ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി ഇടയ്ക്ക് 1 വർഷത്തേക്ക് മുമ്പ് പോയി മാറി നിന്നു. എങ്ങോട്ട്? ജ്യേഷ്ഠത്തിന്റെ വീട്ടിലാണ്. 3 മാസം അവര് ഹോസ്റ്റലിൽ പോയി നിന്നു പറഞ്ഞു. ജ്യേഷ്ഠത്തിന്റെ വീട്ടിൽ എന്താ പോയി നിന്നാണ് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. എങ്ങനെയാണോ പോയി നിന്നത്? മകളെ ചേച്ചിയുടെ വീട്ടിൽ പോയി, റാണി ഹോസ്റ്റലിൽ പോയി നിന്നു എന്ന് പറഞ്ഞു. തിരിച്ച് ജില്ലാ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് ആശുമില്ല എന്ന് പറഞ്ഞ് എൻ്റെ മകള് എന്നെ വിളിച്ചറിയിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അറിയിക്കണ്ടെന്ന് പറഞ്ഞു. അറിയിക്കണ്ടെന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ അവൾ എന്നെ വിളിച്ചറിയിച്ചു. ഞാൻ അവരോട് ആശുപത്രി ചികിത്സ തീരുന്നവരെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും കറവ കഴിഞ്ഞിട്ട് പോയി നോക്കും, കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് ഇനി പോരും. ഇളയ മകളിനെ കൂടെ അവിടെ ഇരുന്നത് ഡിസ്ചാർജ് ചെയ്യുന്നത് എൻ്റെ ഉടഞ്ഞ് വീട്ടിൽ പറയുകയും ചെയ്തു. ഇപ്പോഴും നിയമ പരിശീലനയിലൂടെ പരാതി കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ പോയിട്ടും തിരിച്ച് ആശുപത്രി കിടന്ന സമയത്ത് തിരിച്ച് ഇനി നോക്കിക്കൊള്ളാന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നാണ് തിരിച്ച് ദേവോദരം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ നിയമശാസ്ത്രത്തിൽ കൊടുത്തിരിക്കുന്ന പരാതി. ഇല്ല അങ്ങനെയൊന്നുമില്ല. ഞാൻ വഴക്ക് പറഞ്ഞങ്ങനെ ദേഷ്യം ഇങ്ങനെ തീർക്കേ ഉള്ളൂ, അല്ലാതെ ഉപദ്രവമൊന്നുമില്ല. ഉപദ്രവിച്ചിട്ടില്ല. അപ്പോൾ ഈ 1 വർഷം അവര് മാറി നിന്നപ്പോഴും നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കാണാനോ അവരെ ഇപ്പോൾ വിളിക്കാനോ ശ്രമിച്ചിട്ടില്ല. അവർ ഈ അസുഖമൊന്നും പറഞ്ഞ് നിങ്ങളെ ഈ കുഞ്ഞ് വിളിച്ചപ്പോഴാണ് നിങ്ങൾ പോകുന്നത്, അല്ലാതെ നിങ്ങൾ പോയി അവരെ വിളിക്കാനോ ഒന്നും ഇവിടെയാണെന്ന് എന്നെ അറിയിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞപ്പോ ചേച്ചിയുടെ വീട്ടിലാണോ? വന്നതിന് ശേഷം പറഞ്ഞു. ഭാര്യ മക്കളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഒരു മനുഷ്യനെ എവിടെയാണെന്ന് അന്വേഷിക്കത്തില്ലേ? അതിന് ജ്യേഷ്ഠത്തിന്റെ വീട്ടിലാണെന്ന് പറഞ്ഞു. അതിപ്പോ നിങ്ങൾ പറഞ്ഞപ്പോ അതറിയത്തില്ല എന്ന് പറഞ്ഞു. അടുത്തുള്ളവര് തിരിച്ചു ഇടയ്ക്ക് 1-2 പ്രാവശ്യം അവിടെ അടുത്ത വീട്ടിൽ വന്നിരുന്നു. വന്നപ്പോഴത്തേക്കും ഇതുപോലെ പറഞ്ഞ് എന്റെ അടുത്താണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അറിഞ്ഞിരുന്നു. അതിനെങ്കിൽ അപ്പൊ പോകത്തെന്താ? അവിടെ ഞാൻ പോവില്ല. അപ്പൊ ഒരു ഭാര്യയും 2 പെൺകുഞ്ഞുങ്ങളും നിങ്ങൾ പെൺകുഞ്ഞുങ്ങളെ പിന്നെ കാര്യത്തിൽ ഇത്രയും ശുഷ്കാന്തിയൊക്കെ കാണിക്കുന്നു. അവര് തെറ്റായ രീതിയിൽ പോകാൻ പാടില്ല എന്നുള്ള സ്നേഹവും അതൊക്കെ ഉള്ള ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയും 2 പെൺകുഞ്ഞുങ്ങളും ഇറങ്ങിപ്പോയി. ഇന്നത്തെ കാലമാണ്. ആ കുഞ്ഞുങ്ങൾ എവിടെ പോയി? നന്നായിട്ട് നിൽക്കുന്നുണ്ടോ? യാതൊരു കാര്യങ്ങളും അന്വേഷിക്കാതെ നിങ്ങൾ 1 കൊല്ലം നിന്നു, പിന്നെ ആശുപത്രി പോയി ഇരുന്നിട്ട് എന്ത് കാര്യം? കോടതി കേസ് നിലനിൽക്കുമ്പോൾ ഞാൻ വീണ്ടും അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി പറഞ്ഞു. കോടതിയിൽ എന്ത് കേസായിരുന്നു? കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. എന്തോ ബന്ധപ്പെടുത്തി കിട്ടാൻ വേണ്ടിയായിരിക്കും. ബന്ധപ്പെടുത്തി കിട്ടാനാണ്. മൂത്ത മോളെ അടിച്ചതിന്റെ പേരില ഞാൻ കോടതിയിൽ കേസ് കൊടുത്തിട്ടുള്ളത്. മോളെ അടിച്ചതിന്റെ പേരിൽ മൂത്ത മോളെ നിങ്ങൾ വളരെ ക്രൂരമായിട്ട് നിങ്ങൾ അടിച്ചു. കയ്യിൽ ഒരടി കൊടുത്തു. കയ്യിലോ? കയ്യിൽ ഒരടി കൊടുത്തു. അല്ല, അടിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി അടിച്ച് ബോധമില്ലാതെ അവിടെ ഇരുന്നു. അപ്പോഴത്തേക്കാണ് അയൽക്കാർ വന്നു ഇവരും വന്നു എന്നാണ് പറഞ്ഞത്. അവരൊക്കെ ദൃക്സാക്ഷികളാണ്. ശാന്തിവിളയിൽ കൊണ്ടുപോയപ്പോൾ പറഞ്ഞു നേരെ നിയമത്ത് കൊണ്ടുപോയെല്ലാം പറഞ്ഞു. കേസ് കൊടുത്തതിന് ശേഷം ജെല്ലാസ്റ്റ് കൊണ്ടുചെല്ലാൻ പറഞ്ഞു. പൊട്ടൽ കാണും, അങ്ങനെ കൊണ്ടുചെല്ലാൻ പറഞ്ഞു. എസ് എടുത്ത് നോക്കിയപ്പോൾ പൊട്ടലില്ല, തലയിലും കയ്യിലൊക്കെ ചതവേ ഉള്ളൂ. അതുകൊണ്ട് അവരന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തു, വീട്ടിലേക്ക് വിട്ടു. അവിടെ തന്നെ എന്നിട്ട് കേസ് എഴുതുകയും ചെയ്തു. ജനറൽ ആസ്ത്രി. ജനറാശത്തിൽ ഇപ്പൊ അവര് തന്നെയാണ് പോലീസിനെ വിളിച്ച് കേസ് എടുത്തിരിക്കുന്നത്. അത് ഹോസ്പിറ്റലുകാരെടുക്കും. അവരിങ്ങനെ ഒരു അടി കൊടുത്താൽ ഉടനെ അങ്ങ് എടുക്കുവോ? നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ മദ്യപിക്കുമ്പോൾ എത്ര ക്രൂരനായിട്ടാണ് പെരുമാറുന്നോ നിങ്ങൾ അറിയുന്നില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വളരെ നിസ്സംഗമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ ഇരുന്ന് മറുപടി പറയാൻ പറ്റുന്നു.
ഏത് ചോദ്യത്തിന്റെ മുമ്പിൽ നിശ്ചലമായിട്ടുള്ളൊരു മുഖത്തോടു കൂടി അതങ്ങനെ സംഭവിച്ചു. ഇത് അവർക്കേ അറിയാവും. ഇങ്ങനെ പറയാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ആത്മാർത്ഥമുള്ളൊരു മനുഷ്യന് വേദന തോന്നും. അതല്ല, വേണ്ട, എൻ്റെ ആത്മാർത്ഥം അവർ മനസ്സിലാക്കുന്നില്ല, ഞാൻ ഇത്രയും നാൾ അവർക്ക് വേണ്ടി ജീവിച്ചു, വേണ്ടാന്നാണെങ്കിൽ എൻ്റെ സ്നേഹം അവർ മനസ്സിലാക്കുന്നില്ല, വേണ്ടെങ്കിൽ നിങ്ങൾ പോയി സ്വച്ഛമായിട്ട് ജീവിക്കും, അങ്ങനെ ഒരു നിലപാടെടുക്കും. ഇത് രണ്ടുമല്ല. നിങ്ങളൊരു പ്രത്യേക ഭാവത്തോടു കൂടി ഇരിക്കുകയാണല്ലോ. മദ്യപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. അത് വളരെയധികം വേദന അവർക്കുണ്ടാകുന്നു. ആ ഒരു ആക്ഷേപം മാത്രമേ നിങ്ങളെ പറ്റി പറഞ്ഞു. അവർക്ക് പറയാനുള്ളൂ. വളരെ ബാക്കി നിങ്ങളെ പറ്റി ഒരു രീതിയിൽ ഒരാക്ഷേപങ്ങൾ പറഞ്ഞിട്ടില്ല. മദ്യപിക്കാത്ത സമയത്ത് നിങ്ങൾ നല്ല അച്ഛനാണ്, നല്ല ഭർത്താവാണ്. അദ്ദേഹത്തിന്റെ വല്യപ്പൻ തന്നെയാണ്. അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ളത് മൂത്ത മകൾക്ക് കൊടുത്തു, ഇഷ്ടദാനമായിട്ട് കൊടുത്തതാണ്. അല്ലാതെ ഇപ്പൊ അവരുടെ വല്യപ്പൻ കൊടുത്തതല്ല, നിങ്ങളുടെ വല്യപ്പൻ കൊടുത്തതാണ്. അപ്പൊ എല്ലാ ക്രെഡിറ്റും നിങ്ങൾക്കാണ് ആ വീട്ടില്. മനസ്സിലായില്ലേ? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങളുടെ മകൾക്ക് കൊടുത്തത്, അല്ലാതെ വേറെ ആരെങ്കിലും കൊടുക്കൂ? വ്യവസ്ഥ വലിയപ്പന്റെ കാലശേഷം മകൾക്ക് പൂർണ്ണമായിട്ട് മകൾക്ക് മാത്രമായിട്ട്. അതെന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ വെച്ചപ്പോ 2 പെൺകുഞ്ഞുങ്ങളുണ്ട്, 2 പേർക്കും കൂടെ ഒരു തുല്യമായിട്ടൊന്നും വെക്കാത്ത? അത് അടുത്ത പെണ്ണ് ചെയ്യുമ്പോഴത്തേക്ക് പകുതി എന്നുള്ള രീതിയിൽ ചെയ്യണം. എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് ചെയ്യണം. അങ്ങനെ ആവശ്യം വരുന്ന സമയത്തല്ല. ആ കുട്ടി മേജറായി. ഒരു മേജർ എന്ന് പറയുന്ന അതിനൊരു തീരുമാനം എടുക്കാനുള്ള അങ്ങനെ കാണിക്കില്ല എന്നുള്ള ഒരു മകളെന്നുള്ള ഒരു വിശ്വാസം പലരും ചെയ്യുന്ന അച്ഛനും അമ്മയ്ക്ക് പിന്നീട് കണ്ണീരാണ് വരുന്നത്. എന്തിന് നിങ്ങൾ അങ്ങനെ 2 മക്കളുള്ളപ്പോ എന്ത് സാധനം 10 രൂപയുണ്ടെങ്കിലും 5 എന്നും പറഞ്ഞിടാതെ ഇത് അങ്ങോട്ട് കൊടുത്തേക്ക് നിങ്ങൾക്ക് തോന്നാൻ കാര്യം എന്താ? ഒഴിവാക്കി എന്താണോ ചോദിക്കുന്നത്? 2 മക്കളെ എന്റെ മൂത്ത മകളടുത്ത് ഉള്ള പ്രത്യേക ഒരു സ്നേഹം, ആദ്യം എന്റെ മൂത്ത മകളാണ് ആദ്യം കണ്ട മകള് എന്നുള്ള ഒരു പ്രത്യേക സ്നേഹം എന്റെ വലിയപ്പനുണ്ട്. അങ്ങനെ അവർക്ക് കൊടുക്കണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കൊടുത്തിരുന്നു. അപ്പോൾ എനിക്ക് വേറെ വസ്തു ഉണ്ടായിരുന്നു. അപ്പൊ അത് അവർക്ക് കൊടുക്കാന്നുള്ളത് കൊണ്ട് അപ്പൊ വേറെ വസ്തു ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ആ വീട് പിന്നെ താമസിക്കാനുള്ള സെറ്റിംഗ് ഇത് പഴയ കെട്ടിടമായിരുന്നു. 50-60 കൊല്ലത്തേക്ക് മുമ്പുള്ള കെട്ടിടമായിരുന്നു. അപ്പൊ അതിനെ ഒന്ന് പുതുക്കി പണിയാൻ അതിന്റെ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൊ പറ്റിയാൻ വിട്ടിട്ട് ഇവിടെ വീട് വെച്ചത്. പിന്നെ പറഞ്ഞതുപോലെ എപ്പോഴായാലും മക്കൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ നിൽക്കും. ഒരിക്കലും സ്വന്തമായിട്ട് അങ്ങനെ തീരുമാനം എടുക്കത്തില്ല എന്നുള്ള ഒരു വിശ്വാസവും അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ അതിന് മുമ്പിട്ട് നിൽക്കും. ആ വിശ്വാസം ഒക്കെ അവർക്കുണ്ട്. ഈ ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ അറിയുന്നില്ല മദ്യപിച്ച് കഴിയുമ്പോൾ നിങ്ങൾ എത്രമാത്രം ക്രൂരമായിട്ടാണ് പെരുമാറുന്നത് എന്നുള്ളത് നിങ്ങൾ അറിയുന്നില്ല. അത് മാറ്റാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരുടെ പരാതി. വേറൊന്നും നിങ്ങളെ കുറിച്ച് പറഞ്ഞു.